ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ കുറിച്ചുള്ള ആദ്യത്തെ പാർട്ട് 1 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിൽ. ബാക്കി അടുത്ത വീഡിയോയിൽ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. 18 വയസ്സിന് താഴെയുള്ള ഹൃദ്രോഗമുള്ള കുട്ടികളെ സഹായിക്കുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതി ഹൃദ്യം. ശ്രവണ വൈകല്യമുള്ള 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചോക്ലിയർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള പദ്ധതി ശ്രുതി തരംഗം. 6 മുതൽ 16 വയസ്സുവരെയുള്ള കുട്ടികളിലെ കാഴ്ചാ വൈകല്യം കണ്ടെത്തി ചികിത്സ നടത്താനുള്ള പദ്ധതി മിഴി. ഓട്ടിസം ബാധിച്ച കുട്ടികളെ പരിചരിക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി സ്പെക്ട്രം. സ്നേഹസാന്ത്വനം. സംസ്ഥാനത്തെ എൻഡോസൾഫ രോഗബാധിതരെ സഹായിക്കാനുള്ള കേരള സർക്കാർ പദ്ധതി സ്നേഹസ്പർശം. ചൂഷണത്തിന് വിധേയരായി അവിവാഹിത അവസ്ഥയിൽ അമ്മമാരാകുന്നവർ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നു. ഇത്തരക്കാർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കാനുള്ള പദ്ധതി സ്നേഹപൂർവം. മാതാവല്ലെങ്കിൽ പിതാവല്ലെങ്കിൽ രണ്ടുപേരും മരണമടഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയുള്ള ധനസഹായ പദ്ധതി ഹീമോഫീലിയ, തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവയുടെ ചികിത്സയ്ക്കായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി ആശാധാര. പ്രസവശേഷം അമ്മയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന ആരോഗ്യവകുപ്പിന്റെ പദ്ധതി മാതൃയാനം. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി സശ്രദ്ധം. മുഴുവൻ സമയ പരിചരണം ആവശ്യമുള്ള രോഗികളെ പരിചരിക്കുന്നവർക്ക് മാസം തോറും ധനസഹായം നൽകുന്ന പദ്ധതി ആശ്വാസകിരണം. സ്ത്രീകളിലെ വിളർച്ച അനീമിയ ഇല്ലാതാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി വിവാ കേരളം. വിവാ കേരളം വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്. വിവാ കേരളം ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്ത് മൈലപ്ര, പത്തനംതിട്ട. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കും സമഗ്ര ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതി മിഠായി. വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി സ്വാന്തനം. വീടുകളിൽ സന്ദർശിച്ച് 30 വയസ്സിന് മുകളിലുള്ളവരെ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിനായി ഗൃഹ ആരോഗ്യ എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം കർണാടക. കാഴ്ച പരിമിതരായ എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിൻ ലിപി പഠിപ്പിക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതി ദീപ്തി. രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് അടിയന്തര ഘട്ടത്തിൽ രക്തദാനം നൽകുന്നതിനായുള്ള കേരള പോലീസ് പദ്ധതി പൊൽ ബ്ലഡ്. വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി സ്വാന്തനം. മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്കായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈൻ ടെലിമാനസ് 14416. മൃതസഞ്ജീവനി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. 2012 ഓഗസ്റ്റ് 12 പദ്ധതി നിലവിൽ വന്നു. ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാലാണ്. കേരള സർക്കാരിന്റെ മുഴുവൻ ആരോഗ്യ പദ്ധതികളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് KSAP കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി നവീകരിക്കാനുള്ള പദ്ധതി ആർദ്രം 2016 നവംബർ 10. വൃക്ക, കരൾ, അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കപ്പെട്ടവർ, ഡയാലിസിസിന് വിധേയമാക്കുന്നവർ എന്നിവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതി സമാശ്വാസം. 1000-1100 രൂപ. സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതി ആശാകിരണം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി തുവാല വിപ്ലവം. സംസ്ഥാനത്തെ APL, BPL വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്ക, മസ്തിഷ്ക രോഗം ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി ആരോഗ്യകിരണം. 2022 നവംബർ 1 മുതൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി വഴിയാണ്
ആരോഗ്യ കിരണം പദ്ധതി നടപ്പിലാക്കുന്നത്? 30 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ജീവിതശൈലീ രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി. അമൃതം ആരോഗ്യം. സ്കീംസ് അണ്ടർ അമൃതം ആരോഗ്യം. അമൃതമാരോഗ്യത്തിന്റെ കീഴിലുള്ള മറ്റ് ആരോഗ്യ പദ്ധതികളാണ്: 1. ശ്വാസ്, 2. നയനാമൃതം, 3. പാദസ്പർശം, 4. സിറാസ്. സിറാസ് മീൻസ് സ്ട്രോക്ക് ഐഡന്റിഫിക്കേഷൻ, റീഹാബിലിറ്റേഷൻ, അവയർനെസ് ആൻഡ് സ്റ്റെബിലൈസേഷൻ പ്രോഗ്രാം. സ്വാസ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് DOPDയും അനുബന്ധ ശ്വസന അവസ്ഥകളും കൈകാര്യം ചെയ്യുന്നതിലും ചികിത്സിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നയനാമൃതം, പ്രമേഹ രോഗികളിൽ കാഴ്ചക്കുറവ് തടയുന്നതിനായുള്ള സ്ക്രീനിങ്ങും പരിചരണവും നൽകിക്കൊണ്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി ലക്ഷ്യമിടുന്നു. തടയുന്നതിന് പ്രത്യേക പരിചരണവും മാനേജ്മെന്റ് നൽകുന്നു. സിറാസ്, സ്ട്രോക്ക് ഐഡന്റിഫിക്കേഷൻ, റീഹാബിലിറ്റേഷൻ, അവയർനെസ് ആൻഡ് സ്റ്റെബിലൈസേഷൻ പ്രോഗ്രാം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഇത് സ്ട്രോക്ക് ഇരകൾക്ക് പിന്തുണ നൽകുന്നു. വളർച്ചാ വൈകല്യമുള്ള 12 വയസ്സുവരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതി സ്നേഹധാര. ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പദ്ധതി അനുയാത്ര. ഭിന്നശേഷിക്കാർക്ക് നൈപുണ്യ വികസനം, സ്വയം തൊഴിൽ സംരംഭങ്ങൾ എന്നിവയ്ക്ക് സർക്കാർ സബ്സിഡിയും വായ്പയും നൽകുന്ന പദ്ധതി കൈവല്യ. പരിരക്ഷാ പദ്ധതി അടിയന്തര സാഹചര്യം നേരിടേണ്ടി വരുന്ന ഭിന്നശേഷിക്കാർക്ക് സഹായം നൽകുന്ന പദ്ധതിയാണിത്. അപകടങ്ങൾ, അക്രമങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ഈ പദ്ധതി പ്രകാരം ധനസഹായം ലഭിക്കും. സ്വാസ്ഥ്യം, അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടി കുടുംബശ്രീയും തിരുവനന്തപുരം RCCയും സംയുക്തമായാണ് സംഘടിപ്പിക്കുന്നത്. വയോമധുരം, വയോജന സൗഹൃദ സംസ്ഥാനം എന്ന ലക്ഷ്യം കൈവരിക്കുക എന്ന ഉദ്ദേശത്തോടെ സാമൂഹിക നീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ വിതരണം ചെയ്യുന്ന പദ്ധതി. വയോ അമൃതം, സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനത്തിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടി ഭാരതീയ ചികിത്സാ വകുപ്പ് വഴി നടപ്പിലാക്കി വരുന്ന പദ്ധതി. വയോരക്ഷ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുതിർന്ന പൗരന്മാർ നേരിടുന്ന പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച സമഗ്ര പദ്ധതി. സ്നേഹക്കൂട്, മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള പുനരധിവാസ പദ്ധതി. അശ്വമേധം, കുഷ്ഠരോഗികളെ കണ്ടെത്താനും ചികിത്സ നൽകാനുമുള്ള പദ്ധതി. അപ്പം ഇത്രയാണ് കേരളത്തിലെ കുറച്ച് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ബാക്കി അടുത്ത പാർട്ടിലിടാം. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഉപകാരമാണെന്ന് വിചാരിക്കുന്നു. എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് സ്ഥിരം കാണുന്നതാണെങ്കിൽ ഇപ്പം നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെയാണ് കേട്ടോ യൂട്യൂബിൻ്റെ കാര്യം. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.